വെച്ച് 3 പയ്യന്മാർ കൈ കാണിച്ച് നിർത്തി ഫോണ് പിടിച്ച് വാങ്ങി ഹസ്ബൻഡിനെ തല്ലി മുടി പിടിച്ച് വലിച്ച് ഷോൾഡറിൽ പിടിച്ച് ബാക്കിൽ നിന്ന ആളും വെട്ടി. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ചെകിട്ടിലടിച്ചിട്ട് അടുത്ത് കൈ മുറുക്കി കുറുക്കിൽ ഇടിച്ചു, ഇടുപ്പിലിടിച്ചു, ഭാര്യയെ കുറുക്കിലൊക്കെ അടിച്ചു. അബോധാവസ്ഥയിലായിരുന്നു അവർ. നേരെ സംസാരിക്കാൻ പോലും വയ്യ. ശരിക്കും പറഞ്ഞാൽ എഴുച്ചു നിൽക്കാൻ ആരോഗ്യമില്ലാത്തവരാണ്. പക്ഷേ ആ സമയത്ത് അവർ എങ്ങനെ ആരോഗ്യം കിട്ടിയെന്നൊന്നും അറിഞ്ഞൂടാ. കഥവ് പൂട്ടിയിട്ട് അങ്ങ് അകത്ത് കയറിപ്പോയി. അല്ലെങ്കിൽ ഉറപ്പായിട്ട് അവന്മാരെന്തെങ്കിലും നമ്മളെ ചെയ്യും. അതിനത്രയും ചെയ്തത് നമ്മളെന്തെങ്കിലും ചെയ്യുമായിരുന്നു. തിരുവനന്തപുരം വെള്ളറടയിൽ ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിക്കുൾപ്പെടെ നടു റോഡിൽ മർദ്ദനം. രക്ഷിക്കാനെത്തിയ ജീവനക്കാർക്കും ഭർത്താവിനും മർദ്ദനമേൽക്കേണ്ടി വന്നു. റോഡിൽ അഴിഞ്ഞാടിയ 3 അംഗ സംഘം 3 ബൈക്കുകളും പണവും അപഹരിച്ചു. നടു റോഡിൽ ഏൽക്കേണ്ടി വന്നത് ഭീകരമായ അനുഭവങ്ങളെന്ന് ജീവനക്കാർ. അമ്പൂരിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ 8 മണി മുതൽ സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. വെള്ളറട അമ്പൂരിക്ക് സമീപം കണ്ണന്നൂരിൽ വാഹനങ്ങൾ തടഞ്ഞ് ആക്രമണങ്ങൾക്ക് തുടക്കമിട്ട അക്രമികൾ വഴിയെ വന്ന ബൈക്കുകളെല്ലാം ചവിട്ടിമറിച്ചു. വാളും വെട്ടുകത്തിയുമായി അക്രമികൾ നിലയുറപ്പിച്ചപ്പോൾ നാട്ടുകാരും അടുത്തില്ല. അക്രമാസക്തരായ ലഹരി സംഘം അമ്പൂരി സ്വദേശിയായ അരുൾ എന്ന പാസ്റ്ററിനെ ആദ്യം വെട്ടിവീഴ്ത്തി. തുടർന്നാണ് അമ്പൂരിയിലെ കൺസ്യൂമർ ഫെഡ് ലിക്കർ ഷോപ്പിലെ ജീവനക്കാരി സരിതയും ഭർത്താവ് രതീഷും ബൈക്കിൽ ജോലി കഴിഞ്ഞ് മടങ്ങുവഴി എത്തിച്ചേരുന്നത്. നടുറോഡിൽ 3 പേർ ചേർന്ന് ബൈക്ക് തടഞ്ഞ് സരിതയെയും ഭർത്താവിനെയും മർദ്ദിച്ചു. സരിതയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ആക്രമിക്കുമ്പോൾ തടഞ്ഞ രതീഷിനും മർദ്ദനമേറ്റു. മർദ്ദിക്കരുതെന്ന് സരിത കാലിൽ വീണ് യാചിച്ചാണ് രക്ഷപ്പെട്ടത്. അവിടെ വെച്ച് 3 പയ്യന്മാർ കൈ കാണിച്ച് നിർത്തി ഫോണ് പിടിച്ച് വാങ്ങി ഹസ്ബൻഡിനെ തല്ലി മുടി പിടിച്ച് വലിച്ച് ഷോൾഡറിൽ പിടിച്ച് പിന്നെ ഞാൻ അവരെ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് അവർ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ കത്തിയെടുത്ത് അപ്പോഴത്തേക്കും ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് ഫോൺ ചോദിച്ചപ്പോഴത്തേക്കും കത്തിയെടുത്ത് 2 പേര് കത്തിയെടുത്ത് കാണിച്ച് വല്ല വിധനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും അല്ലെങ്കിൽ അവർ വിട്ട എന്തെങ്കിലും ചെയ്യുമായിരുന്നു. അടുത്തൊരു ബൈക്ക് വരുന്നതുകൊണ്ട് ആ ബൈക്ക് ചവിട്ടിയിടുന്നതാണ്. പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നേരെ. തൊട്ടുപുറകെ ഷോപ്പടച്ചെത്തിയ കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാരായ അഭിലാഷിനും ബിജിലിനും അക്രമികളെ തടയാൻ ശ്രമിക്കുമ്പോൾ പൊതിരെ തല്ലുകിട്ടി. അടുത്ത് വന്നപ്പം തെറി വിളിച്ചിട്ട് ആദ്യം ബാള് കൊണ്ട് വെട്ടുകയായിരുന്നു. അപ്പോൾ ഗ്ലാസ് അങ്ങ് പൊട്ടിത്തെറിച്ചു ഹെൽമെറ്റിൻ്റെ. അപ്പോൾ ഒറ്റ കമ്പി പോലുള്ള ഒരാൾ കൊണ്ട് അടിച്ചു. ബാക്കിൽ നിന്ന ആളും വെട്ടി. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വണ്ടിയുടെ ചാവി ഊരിയെടുത്തു. ഞാൻ വണ്ടി വിട്ടിട്ട് ഓടി. കുറേ ദൂരം ഓട്ടിച്ചു. ഇതിനിടയ്ക്ക് 2-3 ഇടിയൊക്കെ കിട്ടി. ഞാൻ ഓടി ഒരു 50 മിനിറ്റ് താഴെ പോയി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പം 3-4 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. എൻഗേജ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ കിട്ടിയപ്പം പറഞ്ഞ് അവർ വേറെ ഒരാളെ വെട്ടി ഇതിന് മുൻപ് അവർ ആശുപത്രിയിലാണ്, അതുകൊണ്ട് പോലീസ് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 15 മിനിറ്റോളം നോക്കി, ആരും എത്തിയില്ല. പിന്നെ കളക്ടറെ ബന്ധപ്പെട്ട് വിളിച്ചു നോക്കി. അപ്പം കളക്ടറെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. മറ്റാരും ആശ്രയമില്ല. വഴി പോകുന്ന ബൈക്കുകാരെല്ലാം അവർ ആക്രമിക്കുകയാണ്. അപ്പോൾ 2-3 പേരെ ചവിട്ടി തള്ളിയിട്ടു. അവരൊക്കെ ചിലർ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പോയി. കുറച്ച് ആൾക്കാരും വീണ് കിടക്കുന്നുണ്ട്. ഒരു ഭീകരാന്തരീക്ഷം. വാളെടുക്കുന്നു. 2 പേരുടെ കയ്യിൽ വാൾ പോലുള്ള ആയുധമുണ്ട്, വലിയ ആയുധം. ഒരാളുടെ കയ്യിൽ ഒരു കമ്പി വടിയുണ്ട്. ഇതുകൊണ്ടാണ് അടിക്കാൻ ആക്രമണം. വേറൊന്നുമില്ല. വണ്ടി എടുത്തു. ഞാൻ വണ്ടി ഇട്ടിട്ട് ഓടി. എന്നിട്ട് ഈ വണ്ടി എടുത്തിട്ടാണ് 3 പേരുടെ ബൈക്ക് ഇവരെ എടുത്തു. ഈ 3 പേരെ ബൈക്ക് എടുത്തിട്ടാണ് തിരിച്ചിവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ജീവനക്കാരനായ ബിജിലിന്റെ തലയ്ക്ക് വെട്ടിയെങ്കിലും ഹെൽമെറ്റ് ഉള്ളതിനാൽ രക്ഷപ്പെട്ടു. വെട്ടിൽ ഹെൽമെറ്റിന്റെ ഗ്ലാസ് ഇളകിത്തെറിച്ചു. വാളെടുത്ത് വീശി ഓടിയ ശേഷം ബിജിലിന്റെ ബൈക്കും അവർ തട്ടിയെടുത്തു. ഞാൻ എൻ്റെ വീട് വെരണ്ടോളാണ്. സെയിം റൂട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു വരുന്നതിൻ്റെ തൊട്ട് ബൈക്കിലാണ് എല്ലാ ദിവസവും ഞാനും വരുന്നത്. അപ്പോൾ വന്ന സമയത്താണ് എൻ്റെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് എവിടെ പോകണ്ടെന്ന് കേട്ടു. ഞാൻ പറഞ്ഞ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് താക്കോലിനെ പിടിച്ചു ഊരി വേണ്ടിച്ചിട്ട്. പിന്നെ അടിക്കുകയാണെന്ന് വെച്ചാൽ ആദ്യം ഹെൽമെറ്റിൽ കരിങ്കല്ലുകൊണ്ടാണ് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരാൾ വാളുണ്ട്. ഞാൻ വാളിനെ പിടിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹെൽമെറ്റിനെ പിടിച്ചു വെച്ച് ഒരു ഹെൽമെറ്റ് കൊണ്ട് തലയിലടിച്ചു.
ചുണ്ടിലും കുറുക്കിൽ വയറിൽ ചവിട്ടി. വെച്ചാൽ ലഹരിക്ക് അടിമപ്പെട്ട് അബോധാവസ്ഥയിലായിരുന്നു അവർ. നേരെ സംസാരിക്കാൻ പോലും വയ്യ. ശരിക്കും പറഞ്ഞാൽ എഴുതി നിൽക്കാൻ ആരോഗ്യമില്ലാത്തവരാണ്. പക്ഷേ ആ സമയത്ത് അവർ എങ്ങനെ ആരോഗ്യം കിട്ടിയെന്നൊന്നും അറിഞ്ഞൂടാ. അത്രയ്ക്കും മൃഗീയമായിട്ടുള്ള അടിയായിരുന്നു. പിന്നെ നമ്മൾ അടിച്ച് കിട്ടാതിരിക്കും, വെട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി മാക്സിമം ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ആരോഗ്യം ഒരു വാള് പോലുള്ള ഒരു ആയുധവും പിന്നെ ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. ബഹളം കേട്ട് വീട് തുറന്ന് പുറത്തിറങ്ങിയ ജയകുമാറിന്റെ വീടിന് നേരെയായി അടുത്ത ആക്രമണം. പുതുതായി പണിത വീടിന്റെ ചില്ലുകൾ മുഴുവനും തകർത്ത അക്രമികൾ വീടിന്റെ മുൻവാതിൽ വാളിന് വെട്ടിപ്പൊളിച്ചു. വീടിന് മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടർ അടിച്ചു തകർത്ത് സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപയും കവർന്നു. അതിനു മുമ്പ് ചവിട്ട് വീഴ്ത്തിയ 2 ബൈക്കുകളുമെടുത്ത് അക്രമികൾ സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. അതേസമയം ബസ്സിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരാളെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. 3 മണിക്കൂറോളം പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് അക്രമികൾ രക്ഷപ്പെട്ടത്. അക്രമികൾ കടത്തിയ 3 ബൈക്കുകളിലൊന്ന് അമ്പൂരി ചന്തയ്ക്ക് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സരിതയുടെ ഭർത്താവിൻ്റെ മൊബൈലും പോക്കറ്റിലുണ്ടായിരുന്ന പണവും ഇവർ അപഹരിച്ചു. മർദ്ദനമേറ്റവർ വെള്ളറട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ടൈം വി ന്യൂസ്, തിരുവനന്തപുരം.